അപ്പോൾ മോളിയമ്മയുടെ ഉച്ചയൂണ് റെഡിയായി. ഇന്നലെ മോളിയമ്മ ഇല്ലായിരുന്നു, ഇവിടെ വേറൊരു കല്യാണത്തിന് പോയിരുന്നു. അപ്പം ഇന്ന് ചെമ്മിനും ചേനയും കൂടെ വെച്ചത് തീയൽ വെച്ച്, അവിയലുണ്ട്, അച്ചാറ്, പപ്പടം, തൈര് എടുത്തില്ല. തൈര് ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് വിശന്നിട്ട് തൈര് കഴിച്ചു. തൈര് കഴിക്കണം, നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ കറിയൊക്കെ ഉണ്ടെങ്കിലും നല്ല പച്ചമത്തി ഒരു 12 മണിയാകുമ്പോൾ ചില സമയത്ത്, ഇന്നാളെ ഞാൻ മേടിച്ചില്ല, നല്ല തോടിയെല്ലാം കൂടെ, അത് കാരണം പച്ചമത്തി ഇങ്ങനെ കിട്ടി കയറണം. അപ്പോൾ ഇതിലേക്ക് മേടിച്ച് കറി വെച്ചു. അപ്പോൾ പിന്നെ ഇച്ചിരി എടുത്തോളൂ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നല്ല ചൂട്, എപ്പോഴും പറയണ പോലെ തന്നെ പള്ളി, നമ്മുടെ അത്തുങ്കപ്പള്ളി കൊടിയേറി 10-ാം തീയതി. പിന്നെ ഓരോ ദിവസവും നല്ല നല്ല കാഴ്ചകളും ആളുകൾ കച്ചവടം ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് എന്ത് ചോദിച്ചാലും നമ്മൾ പുണ്യാളം നടത്തി തരും എന്ന്. അപ്പോൾ നമ്മൾ ചോറുണ്ണാൻ പറ്റില്ല, ഭയങ്കര ചൂടായിപ്പോയി. അപ്പം എല്ലാവരും വരണം, ബീച്ച് കാണണം, പുണ്യാളെ കാണണം, കടകൾ കാണണം. അപ്പം വരുമെങ്കിൽ നമുക്ക് ബീച്ചിൽ വെച്ചോ അല്ലെങ്കിൽ കടകൾ പള്ളിയിൽ വെച്ചോ, നിങ്ങൾ എവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പം മോളിയമ്മ അവിടെ വരും. സാധാരണ ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പോൾ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ നമ്മുടെ കൊടിമരമുണ്ട്, അതിൻ്റെ താഴെന്ന് പോയത്. അപ്പോൾ അവിടെ വന്നേച്ച് മോളിയമ്മ ഞാൻ വന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സോ അല്ലാത്തവരോ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോകാം. അപ്പോൾ ഇനി മോളിയമ്മക്ക് ഇനി സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് ഇച്ചിരി തണുത്തിട്ടുണ്ട്, കഴിക്കാം. മോളിയമ്മ ചോറുണ്ണതാണ് എപ്പോഴും ഇടുന്നത്. ചിലവർ നമ്മൾ കാണുമ്പോൾ പറയും, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും. പക്ഷെ മോളിയമ്മ ചോറുണ്ണതിനാണ് 10,000-3,000-4,000 പേരൊക്കെ കാണും. അപ്പോൾ എനിക്കറിയാം മോളിയമ്മയുടെ ചോറുണ്ണാണ് ഇഷ്ടമെന്ന്. ബാക്കിയുള്ളതൊക്കെ ഇട്ടുന്ന ഇച്ചിരിയൊക്കെ കാണാറുള്ളൂ. അപ്പോൾ മോളിയമ്മനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ചെമ്മീൻ ഞാൻ ഉണ്ടാകുന്ന നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.